ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വൈകിട്ട് വീട്ടിലിരുന്നപ്പോഴത്തേക്കാണ് മീൻ പിടിക്കാൻ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ നേരെ വലയെടുത്തുകൊണ്ട് തോട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ഒരു തെങ്ങി കണ്ട കാഴ്ചയാണിത്. ഇത് കുറേ ഉണങ്ങിയ ഓരോ കയറുപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് എന്തുവാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ആക്കാൻ നേരെ തോട്ടിലേക്ക് നടന്നു. അപ്പോൾ നമ്മൾ കുറേ ദൂരം നടന്നിട്ടാണെങ്കിൽ നമ്മൾ തോടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അരിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരെ അരിച്ചു തുടങ്ങി. ആദ്യത്തെ അരിവ് നമുക്ക് മീനെയൊന്നും കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ പിന്നെയും അരിച്ചു. അതിലും നമുക്ക് മീനെ ഒന്നും കിട്ടിയില്ല. രണ്ടരിപ്പ് അരിച്ചൊരു മീനൊന്നും കിട്ടാതിരുന്നപ്പോഴാണ് ഒരു പട്ടി നമ്മളോട് വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര നേരമായിട്ട് അരിച്ചിട്ട് നിങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ലേ എന്ന്. പട്ടി അതും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. പട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മീൻപിടുത്തം ഇനി വാശിയെ എടുക്കാൻ വെച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും അരിച്ചു. അവിടെ നിന്നിട്ട് മീനൊന്നും കിട്ടില്ല. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ തോട്ടിൽ കണ്ട ഒരു മാനത്തോണിയുടെ ഫാമിലിയാണിത്. നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ പോകുന്ന വഴിയിലൊരു ഉറുമ്പിൻ്റെ കൂട്. എല്ലാ ദിവസവും ആൾക്കാർ നടന്നു പോകുന്നൊരു വഴിയാണിത്. അവിടെയാണ് ഈ ഉറുമ്പ് കൂട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വന്ന പുതിയ സ്ഥലത്ത് നമ്മൾ അരിച്ചു തുടങ്ങി. ഫസ്റ്റ് അരിപ്പിൽ തന്നെ നമുക്ക് 2 മീനുകളെ കിട്ടിയിട്ടുണ്ട്. 2 പരലുകളെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനടുത്ത് നമ്മൾ കുപ്പിയിലേക്ക് ഇട്ടിട്ട് വീണ്ടും അരിച്ചു തുടങ്ങി. അവിടെ പാറയെടുക്കായതുകൊണ്ട് തന്നെ അവിടെ അരിക്കാൻ നല്ല പാടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോച്ചയുടെ ഇടയ്ക്കോട്ടൊക്കെ അരിച്ചു നോക്കി. അവിടെ നിന്ന് മാറ്റി അടിച്ചപ്പോൾ തന്നെ നമുക്ക് 3 മാനത്തണ്ണികളെ കിട്ടിയിട്ടുണ്ട്. കൂടെ ഒരു പരലിൻ്റെ കുഞ്ഞുമുണ്ട്. കിട്ടിയ മീനുകളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ പിടിച്ചുകൊണ്ട് പോയി കുപ്പിയിലിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുപ്പി കിടക്കുന്ന മീനുകൾക്കെല്ലാം ഇപ്പോൾ 2-3 കൂട്ടുകാരെയും കൂടെ കിട്ടി. കിട്ടിയ മീനെല്ലാം ആക്റ്റീവായി തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തോട്ടിലേക്ക് ഇറങ്ങി വീണ്ടും അരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വല ഉപയോഗിച്ച് മാത്രമല്ല, കൈവച്ചും നമ്മൾ പിടിക്കുന്നുണ്ട്. കൈവച്ച് പിടിച്ചിട്ട് നമുക്ക് മീനെയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വല വെച്ച് തന്നെ വീണ്ടും പിടിച്ചു. വല വെച്ച് പിടിച്ചിട്ട് ഒരു മീനെ കിട്ടി. പക്ഷേ അതത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചതിനെ തോട്ടിലേക്ക് തന്നെ റിലീസ് ചെയ്തു. പോച്ചയിലടിച്ചപ്പോൾ നമുക്ക് മാനത്തന്നെയും പരലിനെയും മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ പായലിൻ്റെ ഇടയ്ക്കോട്ട് അരിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് കിട്ടിയൊരു മീനാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് അറിഞ്ഞൂടാ. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യും. നമ്മൾ മീൻപിടുത്തം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് നമ്മൾ ഇനി നിങ്ങളെ കാണിക്കാനായി പോകുന്നത്. ഈ കാണുന്ന പക്ഷി നമ്മുടെ നാട്ടിൽ കത്രിക പക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ നമ്മുടെ നാട്ടിൽ ഉപ്പൻ എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ നമ്മളെ മരച്ചിനി തണ്ടിൽ കണ്ട കത്രിക പക്ഷിയാണ്. അത് മറന്ന് വേറൊരു മരത്തിലേക്ക് വന്നിരുന്നു. അപ്പോൾ നമുക്കൊരു കൊക്കിൻ്റെ ഫാമിലി അവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.